സർ, ഏറെ വർഷങ്ങളായിട്ട് കാശ്മീർ വളരെ ശാന്തമായ ഒരു തീരമായിരുന്നു. പാകിസ്ഥാന്റെ ഒരു എടുത്തുചാട്ടമാണോ ഇത്തരത്തിൽ ഒരു പഹൽഗാം ആക്രമണം ഉണ്ടായത്, അതോ മറ്റെന്തെങ്കിലും അജണ്ടയാണോ? അല്ല, ഏറെ കാലമായിട്ടും ശാന്തമായതൊന്നും പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ കഴിഞ്ഞ 30-40 വർഷത്തോളം എന്നുപോലും പറയാൻ പറ്റത്തില്ല. അതിനും പിന്നോട് ഏതാണ്ട് ഖിലാഫത്തിൻ്റെ കാലം തൊട്ട് തന്നെയുള്ള ഇസ്ലാമിക വാദത്തിൻ്റെ ഭാരതവിരുദ്ധമായ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെതിരെയുള്ള ആ നീക്കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഭീകരവാദം വന്നത് കഴിഞ്ഞ ഒരു 4 ദശാബ്ദമായിട്ട്, അതായത് ബംഗ്ലാദേശിലെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഇനി ഒരു യുദ്ധം, 3 യുദ്ധമായപ്പോൾ 47-ലേത്, 65-ലേത്, 71-ലേത് 3 യുദ്ധത്തിലും പരാജയപ്പെട്ട പാകിസ്ഥാന് ഇനിയും പറ്റുന്നത് ഈ ടെററിസം, ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദമാണ് തോന്നിയത് ഏതാണ്ട് 1986-89 ആ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധി മരിച്ചു, രാഹുൽ വന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും ബലഹീനനായൊരു പ്രധാനമന്ത്രി അർഹിക്കാത്ത തരത്തിൽ ആ കസേരയിലേക്ക് വന്നിരുന്നു. ഭാരതം ഇനി എങ്ങനെ ശ്രമിച്ചാലും ഇല്ലാതാക്കാൻ കഴിയുന്നൊരു ഘട്ടം എത്തിയിരിക്കുന്നെന്ന് പാകിസ്ഥാനിലെ അന്നത്തെ ഭരണാധികാരി സിയാഉൾ ഹക്കിന് തോന്നിയ കുരുട്ട ബുദ്ധിയാണ് ഭീകരവാദത്തിൻ്റെ തുടക്കത്തിന് കാരണം. അവിടെ നിന്ന് പല ഘട്ടങ്ങൾ വന്നു. പിന്നെ നാം കാണുന്നത്, പ്രധാനമായും കാണേണ്ട കാര്യം അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ വന്ന ശേഷമാണ്. അപ്പോഴും ആ സർക്കാരിനെ മാറ്റുക എന്നുള്ളത് 2-3 കൂട്ടരുടെ ആവശ്യമായിരുന്നു. ഭാരതത്തിനകത്തുള്ള 2-3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സോണിയാഗാന്ധിയുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ, ഇസ്ലാമിക മൗലികവാദികളുടെ, ഒപ്പം തന്നെ ഭാരതത്തിന് പുറത്തുള്ള അമേരിക്ക, പാകിസ്ഥാൻ, ചൈന, 3 രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഭാരതത്തിന് പറ്റില്ല എന്നൊരു തോന്നലുണ്ടാക്കി ആഭ്യന്തരമായി വാജ്പേയി സർക്കാരിന് പിന്തുണ ഇല്ലാതാക്കുന്ന ശ്രമമാണ്. അതിനൊന്ന് ശ്രമിച്ചത് ആ കാർഗിൽ, അതിൽ പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നീട് പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായി. അതിലൊക്കെ പ്രധാനമായിട്ട് IC-814 വിമാനം തട്ടിക്കൊണ്ടുപോയതും അതിലെ പ്രതിയാണല്ലോ ഇപ്പം മരിച്ചിരിക്കുന്നത്, കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കുന്നത്, ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ആ കാണ്ടകാരിൽ കൊണ്ടുപോയിട്ട് ഈ തടവുകാരെ കൊണ്ടുവിടേണ്ടിയൊക്കെ വന്നത്, അതൊക്കെ ആ പരിശ്രമം എന്ന് പറയുന്നതും അടിസ്ഥാനപരമായിട്ട് ഭാരതം ഭരിക്കുന്ന ഭരണകൂടത്തിന്, വാജ്പേയി ഭരണകൂടത്തിന് ഇതിനെ അതിജീവിക്കാൻ, രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള ശക്തിയില്ല എന്നൊരു തോന്നൽ കൊടുക്കലായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഭരണത്തിൽ നിന്ന് പുറത്തു പോയ ശേഷവും അവരും അന്ന് ഉത്തർപ്രദേശിലെ 2 ചെറുപ്പക്കാരെ പറഞ്ഞു വിട്ട ഒരു വിമാനം തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തിയതാണ്. വിമാനം തട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ദിരയ്ക്ക് വേണ്ടി അന്ന് ചെയ്തെങ്കിൽ സോണിയയ്ക്ക് വേണ്ടിയാണ് രണ്ടാമത് നടന്നതെന്ന് ചിന്തിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അതവിടെ നിൽക്കുന്ന വേറെ വിഷയമാണ്. പക്ഷെ ഇതും കഴിഞ്ഞിട്ട് വീണ്ടും മോദി സർക്കാർ വന്ന ശേഷവും ഇതേ രൂപത്തിൽ ഇത് 3ാമത്തെ പരിശ്രമമാണ്. ആ പരിശ്രമങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ഘടകം എന്ന് പറയുന്നത് മോദി സർക്കാരിന്, മോദി ഭരണകൂടത്തിന്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിന് ഈ വിഷയത്തെ അതിജീവിക്കാൻ, ഭാരതത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ തകർച്ചയിലേക്കും പാകിസ്ഥാനും ഇസ്ലാമിക ശക്തികൾക്കും ഒപ്പം തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾക്കും കടന്നു വരുന്നതിന് അവസരം ഉണ്ടാക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഈ 2016-ലെയും 2019-ലെയും ഇപ്പോഴും ഉണ്ടായ 3 തീവ്രവാദികളുടെ അധിനിവേശ ശ്രമങ്ങളുടെയും പിന്നിലുള്ളത്. ആദ്യത്തെ 2-നും മറുപടി കൊടുത്തു കൃത്യമായി, നമുക്കറിയാം. 3ാമത് വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ സഹായിച്ച വേറെ ചില ഘടകങ്ങളുണ്ട്. അതായത് ഒന്ന്, ആദ്യത്തെ അമേരിക്ക എന്ന് പറയുന്ന ഘടകം, അമേരിക്ക, ചൈന, പാകിസ്ഥാൻ കൂട്ടുകെട്ടിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി അമേരിക്ക എന്നുള്ള ഘടകം നിഷ്പ്രഭമായി. പിന്നെ ചൈനയും പാകിസ്ഥാനും മാത്രമായി. അതുപോലെ തന്നെ ഭാരതത്തിനുള്ളിലാണെങ്കിൽ 3ാമത് തവണയും
നരേന്ദ്രമോദി സർക്കാർ വന്നോട് കൂടിയിട്ട് ഭാരതത്തിനുള്ളിലെ ദേശീയതയുടെ ശക്തി വളർന്നു, ഭാരതത്തിൻ്റെ ശക്തി വളർന്നു. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ 400 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് മോദി വിചാരിച്ചത് സാധിച്ചില്ലെങ്കിൽ പോലും അതേ 400 S-400 എന്നാണല്ലോ റഷ്യൻ നമ്മുടെ വ്യോമ നിരോധന സംവിധാനത്തിൻ്റെ പേര്. അപ്പോൾ ആ പുതിയ 400 കൊണ്ടാണെങ്കിലും ഭാരതം ചെറുത്ത് നിൽക്കുന്ന അന്തരീക്ഷം വന്നിരിക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ച ആദ്യ കാര്യം എന്താണ് ഇങ്ങനെ ഒരു പരിശ്രമത്തിൻ്റെ കാരണം എന്നുള്ളതല്ലേ. അവിടെ ഒരു പ്രധാന ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം, ഈ മുനീർ എന്ന് പറയുന്ന അവിടെ പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൈനിക മേധാവിമാരാണ്. മുനീറാണെങ്കിൽ ISIയുടെയും ചീഫായിരുന്നു, സൈന്യത്തിൻ്റെ ചീഫാണ് ഇപ്പോഴും. പൂർണ്ണമായ അധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ യുദ്ധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അതിന് പിന്നിൽ ലക്ഷ്യമുണ്ട്. ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമുക്ക് 55ഓളം കരസേന മേധാവികളുണ്ടായിട്ടുണ്ട്. കാരണം ഓരോരുത്തരും റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോൾ റിട്ടയർ ചെയ്ത് പോകും, എക്സ്റ്റൻഷൻ ഒന്നും വിഷയം വരുന്നില്ല. പക്ഷെ പാകിസ്ഥാനിൽ ഈ വർഷത്തിനിടയ്ക്ക് നമ്മുടെ 55-ന് പകരം 15 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്റ്റൻഷന് സാധ്യതയുണ്ട്. ഈ അമീറും ഈ മുനീറും ഇപ്പോൾ റിട്ടയർ ആവാനായിട്ടുള്ള സാധ്യതയിലേക്ക് വന്നിരിക്കുക, അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു നീട്ടി കിട്ടണം. ഇനി അതുമല്ലെങ്കിൽ യാഹ്യ ഖാനോ അയ്യൂബ് ഖാനോ പർവേസ് മുഷറഫോ ഒക്കെ ഇരുന്ന പോലെ സൈന്യത്തിനപ്പുറം പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രത്തിന് തലവനാകുന്നതിനുള്ള അവസരം ഉണ്ടാവണം. അങ്ങനെ ഒരു സൈനിക നടപടികൾ കൂടെ സിവിൽ ഭരണാധികാരികൾ പോലും കടന്നു കയറി പ്രസിഡന്റ് ആകുന്നതിന് മറ്റോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോഹമുണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു അധിക പ്രസംഗത്തിന് എടുത്തു ചാട്ടം? എത്ര അധിക പ്രസംഗമാണെങ്കിലും പുൽവാമയും ഇപ്പൊ മുംബൈ ആക്രമണത്തിലൊക്കെ ഇന്ത്യ നേരിട്ടത് അതിൻ്റെതായ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി തിരിച്ചടി കൂടുതലാണ് കൊടുക്കുന്നത്, യുദ്ധ തരത്തിലുള്ള തിരിച്ചടികൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മോദി എന്താണ് എന്നുള്ള മൂന്നാം തരംഗവും മോദി സർക്കാർ വരുമ്പോൾ എന്താണെന്നുള്ള പാകിസ്ഥാന് വ്യക്തമായിട്ട് അറിയാം. തിരിച്ചടികൾ 2 സാറും നേരത്തെ പറഞ്ഞത് മുൻകാലങ്ങളിൽ കൊടുത്തത് അവർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവർ ഇത്തരത്തിൽ ഒരു പ്രകോപനം ഇന്ത്യക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും? അതിനകത്ത് പുതിയൊരു ഘടകം കൂടെ വന്നിട്ടുണ്ട്. 2 ഘടകമുണ്ട്. ഒന്നെന്താന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം. മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോദി സർക്കാരിന് ആന്തരികമായി പ്രശ്നങ്ങളുണ്ട്, ഭാരതത്തിൽ ആന്തരികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഉത്സാഹിച്ചാൽ അറിയാമല്ലോ, പണ്ട് നമ്മുടെ മണിശങ്കരയ്യർ അവിടെ ചെന്ന് പറഞ്ഞത് മോദി ഇല്ലാതായെങ്കിലേ പാകിസ്ഥാനും ഭാരതമായിട്ട് പ്രശ്നം തീരുവള്ളെന്ന്. അപ്പോൾ ഈ മണിശങ്കർ അയ്യരും അതുപോലെ പാകിസ്ഥാൻ സ്ത്രീയെ വിവാഹം കഴിച്ചൊരു ഗഗോയി ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ലോകസഭയിലെ ഉപനേതാവ്, അതുപോലെ ദിഗ്വിജയ് സിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് കൃത്യമായും ഒരു വിഷയമുണ്ടായാൽ ഭൂരിപക്ഷമില്ലാത്ത, സ്വന്തമായി ഭൂരിപക്ഷം ഒറ്റ പാർട്ടിക്കില്ലാത്തൊരു സാഹചര്യത്തിൽ മോദി എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും ഭാരതത്തിലെ ആന്തരിക രാഷ്ട്രീയ ശക്തികളെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു വിജയം ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. സാഹചര്യം വന്നപ്പം അത് മാറിപ്പോയത് വേറൊരു കാര്യം. ഒപ്പം തന്നെ കാണേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് വർഷങ്ങൾക്ക് മുമ്പ് 1971 അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ബംഗ്ലാദേശ് എന്ന രാജ്യം. ആ ബംഗ്ലാദേശിൽ പുതിയൊരു ഭരണകൂടം വന്നിരിക്കുന്നു, ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ഭരണകൂടം വന്നിരിക്കുന്നു. ആ ഭരണകൂടവും പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നതിനുള്ള സാഹചര്യം വർദ്ധിച്ചിരിക്കുന്നു. ഇവിടുന്ന് സൈനിക ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു, വിദേശ മന്ത്രിമാരുടെ തലത്തിലേക്ക് ചർച്ചകൾ നടക്കാൻ പോകുന്ന ഘട്ടം വന്നിരിക്കുന്നു. അവിടെ ഇഷ്ടം പോലെ ആവശ്യത്തിന് അധികം ഹിന്ദുക്കളെ ഓടിച്ചിട്ട് കൊന്നിരിക്കുന്നു. അങ്ങനെ ഭീകര താണ്ഡവം നടത്തുന്ന ബംഗ്ലാദേശിൻ്റെ സാന്നിധ്യം, അങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഭാരതത്തിനുള്ളിലെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഭാരതത്തിനുള്ളിലെ ടുക്കടേക്കായി ഭാരതം മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സൗത്ത് ഇന്ത്യ മുറിച്ചുമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഭാരതത്തെ എല്ലാ അർത്ഥത്തിലും തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്ന നമ്മുടെ ഈ നക്സലൈറ്റുകൾ, ഇസ്ലാം തീവ്രവാദികൾ, മണിപ്പൂരി പ്രശ്നം ഉണ്ടാക്കുന്നവർ, ഇവരെല്ലാം കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ
ഒരു പക്ഷേ ഒരു സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ടാവാം. പക്ഷേ അനുഭവത്തിൽ ഇതെല്ലാം ബംഗ്ലാദേശിനും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ ഒരു ജനറൽ പറഞ്ഞു, പഴയൊരു പട്ടാള മേധാവി, ഇതൊരു സന്ദർഭമാണ്. ബംഗ്ലാദേശ് നമ്മുടെ കിച്ചണിനൊക്കെ മുറിച്ചിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടെ സ്വതന്ത്രമാക്കുക, ചൈനയുടെ സഹായം തേടി ഈ സമയത്ത് പൊരുതണം നോക്കി ഒരു ആൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പഴയ ബംഗ്ലാദേശിലെ സൈന്യാധിപൻ. അതിന് മറുപടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൽക്കട്ടയിൽ അന്ന് ബംഗ്ലാദേശിനെ മുറിച്ചു മാറ്റിയ നോർത്തേൺ കമാൻഡ് കാത്തിരിക്കുകയാണ്. വെസ്റ്റേൺ കമാൻഡിലും ഈവൻ സദേൺ സൈഡിൽ പോലും ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ പറ്റുമ്പം ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കും കൂടെ ഒന്ന് ഞങ്ങൾക്ക് വ്യായാമം ചെയ്യുന്നതിന് ബംഗ്ലാദേശിൻ്റെയും കൂടെ നിലയ്ക്ക് നിർത്തുന്നതിന് അവസരം പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന സന്ദേശം നമ്മുടെ ആ ഭാഗത്തു നിന്നും വടക്കൻ സൈഡിൽ നിന്നുള്ള കമാൻഡ് അവിടെ നിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായും അവർ കണക്ക് കൂട്ടൽ ഇതൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അനുഭവത്തിൽ ബംഗ്ലാദേശിന് സഹായത്തിനില്ല. ഇവിടെ മറ്റ് ആന്തരിക ശക്തികളെ ഏതായാലും അത് പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഭാരതത്തിനുള്ളിൽ നിന്ന് ഭാരത വിരുദ്ധ രാഷ്ട്രീയം കളിക്കാനും പാകിസ്ഥാനോ എതിർ ശക്തികൾക്കോ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനോ തയ്യാറുള്ള അപക്വമായ രാഷ്ട്രീയ നിലപാടുകളെ നിശബ്ദമാക്കുന്നതിനോ തൽക്കാലം ആ സിന്ധു കരാറുണ്ടല്ലോ, ആ കരാർ അബയൻസി വെച്ചതുപോലെ ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെ അബയൻസി വെക്കുന്നതിന് മരവിപ്പിച്ച് നിർത്തുന്നതിന് ഇവിടുത്തെ ആളുകളെ നിർബന്ധിതരാക്കുന്നതിന് മോദി ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സാഹചര്യവും സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലിരുന്ന് വലിയ ഒരു ഓപ്പറേഷൻ, വലിയൊരു സാധ്യത കണക്ക് കൂട്ടിയവർക്കും ആസൂത്രണം ചെയ്യുന്നവർക്കും ലഭിച്ച മറുപടിയാവും. അതുകൊണ്ട് എന്തായാലും ഇത് എടുത്തിയാട്ടക്കാരൻ്റെ എല്ലൊടിച്ച് വിടുവിധി എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും ഈ പോരാട്ടം, ഈ സംഘർഷം മുന്നോട്ട് പോകും തോറും പാകിസ്ഥാൻ്റെയും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, തുടങ്ങി വെച്ച കരസേന മേധാവിയെ പാകിസ്ഥാനിലെ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥ വരാൻ പോകുന്നു. ഇപ്പോൾ തന്നെ അറിയാമല്ലോ, ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ വേണ്ടി അവിടെ പരിശ്രമമാണ്. ഭാരതത്തിനുള്ളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം വിളിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ അവരുടെ രാജ്യത്ത് തന്നെ, അവരുടെ പാർലമെന്റ് നിയമസഭയിൽ, അല്ല പാകിസ്ഥാന്റെ നിയമസഭയിൽ തന്നെ, അവിടെ തന്നെ പറയുന്നു ഈ പ്രധാനമന്ത്രി എന്താ പറയേണ്ടത്, ഒന്നിനും കൊള്ളാത്തവനാണ്, മോദിയുടെ പേര് പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവാണെന്ന് പറയും. ഒപ്പം തന്നെ രജനി പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളുണ്ടാവുന്നു. അതുപോലെ അഫ്ഗാന്റെ അതിർത്തിയിൽ താലിബാന്റെ പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ എന്തായാലും ഇത് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഒരു കാര്യം ഓർക്കണം, അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഭാരതത്തിൽ സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയോടെയാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സിവിൽ ഭരണകൂടത്തോടെ സംസാരിക്കുന്നത്, വേണ്ടിവന്ന പ്രധാനമന്ത്രിയോടെ പ്രതിരോധം സംസാരിക്കും. പാകിസ്ഥാനിൽ ഇന്നലെ മിനിഞ്ഞാന്ന് സംസാരിച്ച ആരോടാ? അവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല, വിദേശകാര്യമന്ത്രിയോടല്ല, ആ വിവരമില്ലാത്ത പ്രതിരോധ മന്ത്രിയോടുമല്ല, പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയോടാണ്. ആ സൈനിക മേധാവിക്ക് പൂർണ്ണ അധികാരം കിട്ടുകയും ജനങ്ങൾക്ക് അഭിപ്രായം പോലും പറയുന്നതിനുള്ള സാഹചര്യമില്ലാതിരിക്കുകയും ജനങ്ങളുടെ ഭൂരിപക്ഷമുള്ള ഭാരത ശത്രുവാണെങ്കിൽ പോലും ഇമ്രാൻഖാനെ പോലുള്ളവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതിൻ്റെ അനുഭവം, തിക്തഫലം അവർക്ക് ലഭിച്ചേ തീരൂ. അത് ലഭിക്കും. 4-5 ദിവസത്തെ താമസമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.